എല്ലാ പാർട്ടികൾക്കും ബൂത്ത് തലത്തിൽ പാർട്ടിക്ക് വേണ്ടി ബൂത്തിലിരിക്കുന്ന ഏജൻസുമാർക്ക് എത്തിച്ച് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുമുണ്ട്, എല്ലാവരും അത് വാങ്ങിയിട്ടുമുണ്ട്. അത് വാങ്ങിയതിന് ശേഷവും ഈ വോട്ട് ഇരട്ടിച്ചത് ഒരേ പടമുള്ള 8-10 പേര് ഒരു ബൂത്തിൽ, 800 പേരുള്ളിടത്ത് 8-10 പേര് അല്ലെങ്കിൽ 20-30 പേര് ഒരേ ചിത്രമുണ്ടെങ്കിൽ അത് കണ്ണിൽ പെട്ടില്ല എന്ന് പറയുമ്പോൾ ബൂത്ത് ലെവൽ ഏജന്റിന്റെ ഒരു പരാജയമാണ്. ഇനി അങ്ങനെ കണ്ണിൽപ്പെട്ട് ഒരേ അഡ്രസ്സിൽ ഏറെ അതിലൊരു ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ശക്തമായ സംഘടനാ സംവിധാനമുള്ള കക്ഷികൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ അറിവുണ്ട് എങ്കിൽ തീർച്ചയായും ഓരോ സംവിധായകനെയും നേരിട്ട് അറിയാവുന്ന ആളെ വേണം രാഷ്ട്രീയ കക്ഷികൾ ബൂത്ത് ഏജന്റായി അവിടെ ഇരുത്തേണ്ടത്. ആ വ്യക്തി തന്നെയാണ് ഇവിടെ പരിശോധിക്കേണ്ടത്, മൊത്തത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ആ സാഹചര്യം ഉണ്ടായിരിക്കെ ഇത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുകൾ മുൻകൂട്ടി തന്നെ ഉണ്ടായത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിട്ട് അവസാനം തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് മാസങ്ങൾ, ഒരു വർഷം, ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒക്ടോബർ 2024 ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നു എന്ന ആരോപണം.